മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ, പ്രപഞ്ചമസ്മത് വചനാമ്രേണന പണ്ഡിതമാം കീരം, പ്രപഞ്ചമസ്മത് ഭാവവിടംബന പാടവമാർന്ന നടൻ. പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്വൂ, പ്രപഞ്ചമരുൾവൂ പട്ടും പെട്ടും പകരത്തിനു പകരം. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനും മേന്മേൽ അമൃതമയം. ഓരോ പെരുമാറ്റത്തിനും അതിനൊത്ത പ്രതികരണം പ്രപഞ്ചത്തിന്റെ പ്രത്യേകതയാണ്. മുന്നിൽ കാണുന്ന രൂപം പ്രതിബിംബിപ്പിക്കുന്ന കണ്ണാടി പോലെയും, കേൾക്കുന്ന ശബ്ദം പ്രതിധ്വനിപ്പിക്കുന്ന ഗുഹ പോലെയും, ശബ്ദാനുകരണം ചെയ്യുന്നത് അത്തയെപ്പോലെയും, ഭാവഹാവാദികൾ അനുകരിക്കുന്ന വിദഗ്ധനായ നടനെ പോലെയുമാണ് പ്രപഞ്ചം എന്നാണ് മഹാകവി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രപഞ്ചഭൂമിയിൽ വിതച്ചതേ നാം കൊയ്യൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം പ്രകൃതി നമുക്ക് തന്നെ തിരിച്ചു നൽകുന്നു. വിളക്ക് കൈവശമുള്ളവന് ചുറ്റും പ്രകാശം അനുഭവപ്പെടുന്നത് പോലെ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവന് ജീവിതം അമൃതമയമായിരിക്കും. കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി സ്മിത പി മേനോൻ. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ, പ്രപഞ്ചമസ്മത് വചനാമ്രേടന പണ്ഡിതമാം കീരം, പ്രപഞ്ചമസ്മത് ഭാവവിടംബന പാടവമാർന്ന നടൻ. പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്യൂ, പ്രപഞ്ചമരുളൂ പട്ടും വെട്ടും പകരത്തിനു പകരം. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം.